കുഴിയും ചെളിയും നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രി ഇരുട്ടിലാണ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയരവ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ജില്ലയിലെ തന്നെ വളരെ മോശം സ്ഥിതിയിലുള്ള റോഡാണ് ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡെന്ന് യാത്രക്കാർ പറഞ്ഞു. ഞാൻ തൃശ്ശൂര് ഒരുവിധമൊക്കെ സഞ്ചരിക്കുന്ന ഫസ്റ്റ് റോഡിന് ഒരു അവാർഡ് കൊടുക്കണം നഗരസഭ. ഇത്ര നല്ലൊരു റോഡ് നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കാണാനില്ല. എനിക്കതാ പറയാനുള്ളൂ. ഇതിൻ്റെ അധികാരികൾ ഭംഗിയായിട്ട് നടക്കട്ടെ. അല്ലാണ്ട് ഇപ്പം നമ്മളൊന്നും പറയാം, ഇവരെ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. മോശം സ്ഥിതിയായിട്ട് പോലും നഗരസഭാ അധികൃതർ കണ്ണടയ്ക്കുന്നത് പരിതാപകരമാണെന്നും യാത്രക്കാർ പറഞ്ഞു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ടാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊറത്തിശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ഇരിങ്ങാലക്കുട.